നവാസ് എങ്ങോട്ടാണ് അങ്ങോട്ട് ഇക്കടാ കൊണ്ടൂരിലെ വളരെ പ്രസക്തമായ ഒരു മസ്ജിദാണ് ഇത്. ഇതിൽ ഒരുപാട് ഉറങ്ങിക്കിടക്കുന്ന കാഴ്ചകളുള്ളത് കൊണ്ട് ഇത് ആരും തുറക്കാറില്ല ഇപ്പോൾ. ഇതിലെ ഇമാമാണ് ഇതിലെ മറ്റൊരു ആകർഷണമെന്നാണ് പലരും പറഞ്ഞു കേൾക്കുന്നത്. നടുമുറ്റത്ത് നടുവീട് പോലെ നട്ടപ്പാടത്ത് കിടക്കുന്ന ഈ മസ്ജിദ് വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ പ്രസക്തി ആർജിച്ചതാണ്. ഈ മസ്ജിദിന്റെ അടുത്ത് നിന്നാണ് ഞങ്ങൾ ഇപ്പോൾ നട്ടം കറങ്ങുന്നത്. അതിന്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ ഈ മസ്ജിദിന്റെ അടുത്ത് വന്നാൽ ആരും ഒന്ന് കറങ്ങിപ്പോകും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഈ നിൽക്കുന്നതാണ് നമ്മുടെ കാപ്പിത്താൻ. ഇതാണ് നമ്മുടെ ഇസ്മായിലാക്കാന്റെ പൊന്നാര പടപ്പ് പോത്ത് കുഞ്ഞാവ. ഇതാണ് നമ്മുടെ യൂസുഫാക്കാന്റെ മറ്റൊരു അവതാരം സുൽഫീഖർ അലി. ഇതാണ് നമ്മുടെ കോയാക്കാന്റെ മറ്റൊരു അവതാരം മൊയ്തീൻ. ഇതാണ് നമ്മുടെ യാത്രയിലെ ഓരോ എപ്പിസോഡും. എന്നെ കൊണ്ട് നമ്മുടെ ഷൂട്ടിങ്ങിന് യാതൊരു തടസ്സവും ഇതുവരെ നേരിട്ടിട്ടില്ല. അങ്ങനെ പൊന്നാര മൊയ്തീനെ കോയാക്കാന്റെ മോൻ മൊയ്യത്തീനാണ് ചങ്ങാടത്തിൽ നിന്ന് വീണിട്ടുള്ളത്. മൊയ്യത്തിന് കയറാനുള്ള സജ്ജീകരണമാണ്. തുറക്കല്ലേ ഞങ്ങളുടെ കപ്പിത്താൻ ഇപ്പോൾ വെള്ളത്തിലാണ്. വളരെ പ്രശസ്തമായ ഒരു മസ്ജിദ് വീണ്ടും പൊന്നാര മൊയ്യതീന മൊബൈൽ കേടരുത്തല്ല. ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. പ്രസക്തമായ മസ്ജിദും അതിലെ ഇമാമിനെ കുറിച്ചും ഒരുപാട് വലിയ പള്ളയും മസ്ജിദിന് അതാണ് ഇതിന്റെ പ്രത്യേകത. മസ്ജിദിനേക്കാൾ വലിയ പള്ളയുള്ള ഒരാളാണ് ഇതിലെ ഇമാം എന്നാണ് പലരും പറഞ്ഞു വരുന്നത്. ഈ ഇമാമിന്റെ ഒരു പ്രത്യേകതയാണ് ഈ മസ്ജിദിന്റെ മറ്റൊരു പ്രത്യേകത. മസ്ജിദിന്റെ കാഴ്ചകളിൽ നിന്നും ഞങ്ങൾ പതിയെ അകലുകയാണ് നമ്മുടെ നാട്ടിലേക്കുള്ള യാത്രയുടെ ഓരോ എപ്പിസോഡും നിങ്ങൾക്ക് വേണ്ടി അടുത്ത എപ്പിസോഡുകളായിട്ട് കാണിക്കുന്നതാണ്. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്, നൈസ് മീറ്റ് യു, ഗ്ലാഡിയേറ്റർ ആൻഡ് എലിമിനേറ്റർ.